വാഷ് ചെയ്യുന്നതിന് മുമ്പ് കണ്ണിന് മുകളിൽ വെള്ളരിക്ക വയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയോ നിനക്ക്? കണ്ണിന് തണുപ്പ് കിട്ടാൻ. അല്ല, അറിയാതെ കണ്ണാടി നോക്കിപ്പോയാ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ നീ ഇത്തിരി മുമ്പ് ഒരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞില്ലേ, അവന്റെ ഫോട്ടോ ഉണ്ടാ? എന്തിനാ ആന്റി? വേറൊന്നിനുമില്ല, നമ്മുടെ ജിമ്മിൽ ഒന്നും കൊണ്ടുപോയി കാണിക്കാന്. എല്ലാ മാസത്തിലെ ശമ്പളം ചോദിക്കുന്നത് പോലെ അവിടെ എല്ലാരും ഇൻക്രിമെന്റ് ചോദിക്കുന്നത്. ഇവനെ വിളിച്ച് കാണിച്ചിട്ട് അവർക്കൊരു മാതൃകയാക്കാനാ. നോ ആന്റി, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമറിന്റെ ഫ്രണ്ട് ആണെങ്കിൽ തന്നെയും ആരെങ്കിലും ശമ്പളം വേണ്ടെന്ന് പറഞ്ഞു ജോലി ചെയ്യൂ ആന്റി. അതും ഇന്ത്യയിൽ നിന്ന് വന്നിട്ട്. അയാൾ ഇനിയും വരുമെന്ന് തോന്നുന്നില്ല. എന്തായത് കമിൻ ഗെറ്റ് ഔട്ട് ഒരുമിച്ച് പറയുന്നു? അതത്ര ശരിയല്ല. അതിന് നിന്നെ ഇവിടെ ആര് വിളിച്ചടാ? ഞാനിവിടെ പിരിവിന് വന്നതല്ല, ഇന്റർവ്യൂ കാർഡ് കിട്ടിട്ട് വന്നാ. ശബ്ദിക്കരുത്. നിന്റെ മുഖം ഇവിടെ കാണരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ മുഖം കാണരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ വന്നത് മാമ. മിണ്ടരുത്. ആരാടാ നിന്റെ മാമൻ? എന്റെ അടുത്ത് ജോലി ചെയ്തോളാന്ന് പറഞ്ഞ് വന്നിട്ട് ആരോ ഒരുത്തം വിളിച്ചപ്പോ ഇറങ്ങി പോയവനല്ലേ നീ? റാസ്കൽ, അവൻ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്തിനാ പിരിച്ചു വിട്ടത്? ഒന്ന് ഉറങ്ങിയതിന്. ഉറങ്ങിന്ന് വെച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടോ? ആ സമയത്ത് ഞാൻ കാറിനകത്തായിരുന്നില്ലേ. നീ കാറിനകത്തിരുന്ന് ഉറങ്ങിന്നുള്ള വിവരം അവൻ എങ്ങനെയാണ് അറിഞ്ഞത്? അറിയാൻ എന്തിരിക്കുന്നു, ഞാൻ കാർ ഓടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ ഉറങ്ങി. എടാ, ഈ വിവരമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഏത് വിഡ്ഢിയാടാ നിനക്കിനി ഒരു ഉദ്യോഗം തരാൻ തയ്യാറാവുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നു. നിങ്ങൾക്ക് എന്റെ നോളജിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്നെ ഇന്റർവ്യൂ ചെയ്ത് നോക്ക്. എന്താ ചലഞ്ചാ? യാ. ഓക്കെ, ഐ വിൽ പുട്ട് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇഫ് യു ക്യാൻ ഗിവ് ആൻസർ ഐ വിൽ അപ്പോയിന്റ് യു. കോഴിയോ മുന്നിൽ, കോഴി മുട്ടയോ മുന്നിൽ? കോഴി മുന്നിൽ. എന്താ കാരണം? കോഴി മുട്ടയിടുന്നത് പുറകിലൂടെ ആയതുകൊണ്ട്. താങ്ക്സ് മാമ. ഞാൻ എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ? അത് ശരി. അപ്പൊ ജോലി തന്നു, നീ അങ്ങ് ഉറപ്പിച്ചോ? വാട്ട് ഈസ് ദാറ്റ്? Tea, sir. You wanted me to take tea? Sir. How many times did I tell you I don't take tea? I'm suspending you on the spot. Get out. Sorry, sir. മാമ, ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാ നാളെ മുതൽ നിങ്ങൾ കാര്യം ചായ കൊണ്ട് തരും. നീ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗം സമ്പാദിച്ച അകത്തേറി ഇരിപ്പുമായി. പക്ഷെ ഈ ഓഫീസ് നിങ്ങളുടെ പോസ്റ്റ് എന്താണ് സർ? എന്നെ പോലെ റെസ്റ്റാ? ഇനി മുതൽ നീ റെസ്റ്റ് എടുത്തെന്നറിഞ്ഞാ ഡിസ്മിസ് ഉറപ്പാ. ഈ ഓഫീസിൽ ലൈറ്റ് ആയില്ല സർ. അതിന് 2 കാരണങ്ങളുണ്ട്. എന്താ? ബൾബുകൾ കേടാവുന്നതുകൊണ്ട്, പവറിൽ ഫോൾട്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ ഓഫീസിലെ എന്റെ ജോലി കറണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. എന്താ സാർ പിന്നെയും കരണ്ട് കണ്ടുപിടിക്കുക? അല്ലല്ല, കണക്ഷൻ എവിടെയാ തകരാറെന്ന് കണ്ടുപിടിക്കാൻ പോവുക. അതായത് പിടിച്ചു കൊച്ചുബാബു, ഈ ഏണിയൊന്ന് 2 കൈയ്യും മുറുകെ പിടിച്ചോണേ. ഞാൻ മുകളിലേക്ക് കയറാൻ പോവാ. ഓ, സക്സസ്. റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടിയല്ലോ. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല മാഡം, വയറിംഗ് പ്രോബ്ലം ആയിരുന്നു. റിപ്പയർ ചെയ്തു, കറണ്ടും വന്നു. അത് കറണ്ട് പോയതായിരുന്നു, ഇപ്പൊ വരികയും ചെയ്തു. കറണ്ട് പോയതായിരുന്നു. ഐ എം സോറി മാഡം. മൈ ഗോഡ്. കൊച്ചുബാബു, കൊച്ചുബാബു, ആർ യു ഓക്കേ? ഷോക്ക് അടിച്ചു മാഡം. സാരമില്ല. ചെയ്ത റിപ്പയറിംഗ് ഒക്കെ മതി, ആവശ്യമില്ലാത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട. തന്നോടാരാ വയറെടുത്ത് കടിച്ചു പിടിക്കാൻ പറഞ്ഞു? ഷോക്ക് അടിക്കുമെന്ന് ഓർത്തില്ല. വരങ്ങോടൻ. മാഡം, ഫോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഇത് ഫോണല്ല, ഫാക്സ്. അതെ, ഫോൺ ഫാക്സ്. ഏതെങ്കിലും കടക്കാരന്റെ വാണിംഗ് പേപ്പർ ആയിരിക്കും. അതല്ലാതെ നമ്മുടെ ഓഫീസ് വേറെ എന്ത് വരാനാ? കൊച്ചുബാബു, നിനക്ക് ഷോക്ക് അടിച്ചപ്പോ കുറച്ച് വിവരം വെച്ച് പോയല്ലോ. തല വെയിലുള്ളിക്കാതെ നോക്കണേ. ഇവൻ നമ്മളെ പൊക്കിയതോ താങ്ങിയതോ? എന്താ മാഡം ഈ ഓഫർ ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ കളഞ്ഞത്? ഇതുപോലുള്ള ഓഫേഴ്സ് ദിവസം വരുന്നതാ. നമ്മൾ അയക്കുന്ന കൊട്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യാറില്ല. അക്സെപ്റ്റ് ആയാൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫണ്ടും ഇല്ല. ഫണ്ട്സിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. ആദ്യം ഞാൻ ഈ കൊട്ടേഷൻ ട്രൈ ചെയ്യാൻ പോവാ. മിസ്റ്റർ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പ്ലീസ് മാഡം, ഞാനത് ടൈപ്പ് ചെയ്തോട്ടെ. വാട്ട്? ആര് പറഞ്ഞു എന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളോട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ? ഓ, ഐ എം റിയലി സോറി മാഡം. മേ യു യൂസ് യുവർ കമ്പ്യൂട്ടർ പ്ലീസ്? താങ്ക് യു. മിസ്റ്റർ, ലുക്ക് ഹിയർ. എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണോ? പ്ലീസ് മാഡം, 5 minutes. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം?
അമർ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി ഓഫർ ചെയ്തിരുന്നു എന്ന് കരുതി നിങ്ങൾ ഇവിടുത്തെ അധികാരം മുഴുവൻ കയ്യിലെടുക്കുകയാണോ? ഹേ അല്ല മാഡം, ഇതേപോലുള്ള ഓഫീസ് ഡീൽ ചെയ്യുന്നത് എനിക്ക് പുതിയ കാര്യമല്ല. അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ എങ്ങനെ കിട്ടി, ഇത്രയും അവാർഡ് എങ്ങനെ കിട്ടി? For God's sake, would you please stop all this? ഓക്കെ, ഇറ്റ്സ് ഓവർ മാഡം. വാക്സിൻ കംപ്ലീറ്റ് ആയി. I said stop it. മാഡം, ഡെഫിനറ്റ്ലി ഈ കൊട്ടേഷൻ ഓക്കെ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. This is too much. അതായത് ആക്സെപ്റ്റ് ആയാൽ ഡെപ്പോസിറ്റ് കിട്ടാനാവാതെ ഫൂൾ ആവുന്നത് ഞാനാണ്. നിങ്ങൾ അൺപോപ്പുലർ ചെയ്യാൻ നോക്കാണോ? You think you can take this office for your right? Get out. I'm sorry മാഡം. Please. I'm very sorry. അവനെ സെലക്ട് ചെയ്തത് അമറാണെന്ന് നീ ഒരു നിമിഷം ആലോചിക്കണമായിരുന്നു പ്രിയ. ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശി. അയാൾ ഇതിനോടകം ജർമ്മനി വിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നീ അയാൾക്ക് അതിന് മാത്രം ഡോസ് കൊടുത്തു വിട്ടോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോ ആന്റി? 6 മാസമായി എത്രയോ കൊട്ടേഷൻ നമ്മൾ കൊടുത്തു, ഒറ്റ ഒരെണ്ണത്തിന് പോലും റിപ്ലൈ വന്നിട്ടില്ല. ഇനിയിപ്പോ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി എന്ത് പ്രയോജനം കിട്ടാനാ? മോളെ പ്രിയേ, നിനക്ക് എപ്പോഴും ഓഫീസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നിന്റെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണ്ടേ? അമർ പോയതോടെ എന്നെ കുറിച്ചുള്ള ആലോചനയും ആഗ്രഹവും എല്ലാം പോയി. ആഗ്രഹം ജീവശ്വാസം പോലെയാണ് പ്രിയ. അതില്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിന് യാതൊരർത്ഥവും ഉണ്ടാവില്ല. പ്ലീസ് മുത്തശ്ശി, അമർ ഇടയ്ക്ക് വെച്ച് എന്നെ ഏൽപ്പിച്ചു പോയ ചില ബാധ്യതകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ. ഈ ജീവിതത്തിൽ ഇനി അത് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പ്രിയ, നീ അവിടെ ശരിക്കും പറഞ്ഞു മനസ്സിലാക്കണം. ഈ വീട്ടിലെ മരുമകളായി വരേണ്ടിയിരുന്നവളാ. അതിനു പകരം ആ പാവം നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അവൾക്ക് അല്പം സന്തോഷം കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മോളെ? മെല്ലെ മെല്ലെ അവള് മാറിക്കൊള്ളും മുത്തശ്ശി. അതോർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. ദൈവം എവിടെയോ പ്രിയ ചേച്ചിക്ക് വേറൊരാളെ കണ്ടുവച്ചിട്ടുണ്ടാവും. അയാളെ കാണുമ്പോ അമരേട്ടനെ ചേച്ചി മറന്നോളും. എന്നാലും മുത്തശ്ശി, പ്രിയ എന്റെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതേ മോളെ, എനിക്കതറിയാം. ഹലോ. Good morning, madam. We are from ITBT. Your quotation has been taken up for discussions, and tomorrow by 10 a.m. you will have to attend a meeting. Is this okay with you? Huh? Okay, madam. Thank you. അതിനെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ? ഹാപ്പി ആയിട്ട് നാളെ മീറ്റിംഗിന് പോ. എങ്ങനെ പോവും ആന്റി? അയാൾ എങ്ങനെ കൊട്ടേഷൻ അയച്ചു എന്ന് എനിക്കറിയില്ല, എന്ത് സ്പെസിഫിക്കേഷൻ കൊടുത്തു എന്ന് എനിക്കറിയില്ല. അയാൾ ഇല്ലാതെ ഞാൻ പോയാ എന്താ പറയേണ്ടെന്ന് കൂടി എനിക്കറിയില്ല. പോയി അവനെ ഒന്ന് അന്വേഷിക്കും മോളെ. അതിന് അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ. അയാളുടെ അഡ്രസ് ഒന്നും തന്നിട്ടില്ലേ? അതിനു മുമ്പ് മാഡം ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? അയാളുടെ പാട്ടിന് പോയി കാണും. നമുക്കൊന്ന് അന്വേഷിക്കാൻ പ്രിയ. ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരാം. പോയിട്ട് വാ. ബൈ മിനി. ബൈ. നല്ല പഠിപ്പും വിവരമുള്ളൊരു ചെറുക്കൻ. സഹായം ചെയ്യാൻ വന്നപ്പോ നീ പറഞ്ഞു പൊയ്ക്കോളെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആന്റി, അയാളെ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. എങ്ങനെ അയാളെ കണ്ടുപിടിക്കാന്ന് പറ. നമ്മൾ അവനെ ഇങ്ങനെ തപ്പി നടക്കാന്നുള്ള കാര്യം അവനറിയുന്നില്ലല്ലോ. എന്താ ആന്റി, എനിക്ക് ആകെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ഇനി ഒരൊറ്റ വഴി മാത്രമേ ബാക്കിയുള്ളൂ. എന്താ അത്? സൂര്യനെ നേരെ നോക്കി വിഷമത്തോടെ അവനെ വിളിക്കേ. തമാശല്ല, വരും. ജോത്സ്യന്മാരൊക്കെ പറയുന്ന കാര്യം അത്. ഇറ്റ്സ് വെരി സിമ്പിൾ. സൂര്യൻ താണ്ട് അവിടെ ഉണ്ടല്ലോ. അയാളുടെ പേര് മാഡത്തിന് ഓർമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയാം ശേഖരൻ എന്നാ. വിളിച്ചോ മാഡം? ഹലോ. അയ്യോ മാഡം, IPTC മാഡത്തിന് ഒരു ഫോൺ വന്നിരുന്നു. ഗുഡ്. നെക്സ്റ്റ് ഡേ മീറ്റിംഗ് 10 മണിക്ക്. നാളെ മോർണിംഗ് 8:30 ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ? ഓക്കെ. അപ്പൊ കാണാം മാഡം. മേഡത്തെ ആലോചിക്കുന്നേ? ശേഖർ, യാ, എനിക്കൊരു ഡൗട്ട്. ഐ നോ. നമ്മുടെ പ്ലാൻ കപ്പാസിറ്റി 10,000 ടണ്ണിന്റെ. എന്നാൽ നമുക്കൊന്ന് ഓർഡറോ 20,000 ടണ്ണിന്റെ. അപ്പൊ അധികം വരുന്ന 10,000 ടണ്ണിന് എന്ത് ചെയ്യും? നമുക്ക് ഫണ്ടിന് പ്രോബ്ലം ഉണ്ട്. ഇതല്ലേ മാഡത്തിന്റെ ഡൗട്ട്? സിമ്പിൾ അല്ലേ അത്?
ഇതേ മെറ്റീരിയൽ തന്നെ നിർമ്മിച്ച് നമുക്ക് മറ്റു കമ്പനികൾ കൊടുക്കാം. ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ആ ലാഭം എടുക്കാം. ആ ഫണ്ട് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാം. ശേഖറിന് ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഓർക്കുമ്പോ ഒരു പേടി പോലെ. പ്രിയ, ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാന്ന് ITPC നമുക്ക് ഉറപ്പ് തന്നിട്ട് പിന്നെതിന് പേടിക്കണം? നമ്മളിൽ അവർക്കുള്ള വിശ്വാസത്തെക്കാൾ നമുക്ക് നമ്മുടെ മേലൊരു വിശ്വാസം ഉണ്ടാവണം. എനിക്കതുണ്ട്. പക്ഷേ പ്രിയക്ക് ശേഖർ കൂടെയുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. തീർച്ചയായും. ലെറ്റ്സ് ഗോ. Hello, this is Varmaji. Someone has come to see you, sir. Ask him to come later. It's not he, sir. She. Oh, you mean lady? Yes, sir. Send her at once. Sure, sir. Thank you. May I come in, sir? Come in. Thank you. Good morning, sir. Very good morning. I am coming from Tana Tandana. Tana Tandana. Yes, sir. ജർമ്മനിയിൽ മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ഓ. നെക്സ്റ്റ് സൺഡേ ഈവനിങ്ങിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. താങ്കൾ തീർച്ചയായും വരണം. Okay, okay. കഴിയുമെങ്കിൽ താങ്കളുടെ ഫാമിലിയെ കൂടി കൊണ്ടുവരണം. ആരുടെ ഫാമിലി? താങ്കളുടെ ഫാമിലി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സ്റ്റിൽ ബാച്ചിലർ. വണ്ടർ. ഞാനും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. Congrats. താങ്ക് യു. അത് പോട്ടെ, ഇത് എക്സർസൈസ് ബോഡിയാണോ? ഓ, എങ്ങനെ മനസ്സിലായി? ഷേപ്പ് കണ്ടാൽ തന്നെ അതറിയാലോ. ആഹാ. ബൈ ദ വേ, സ്കൈലാൻഡ് റോഡിലെ ഫേമസ് ജിം സെന്റർ എന്റേതാ. താങ്കൾ ഇപ്പോഴും എക്സർസൈസ് ചെയ്യാറുണ്ടോ? മതിയാക്കി. എന്താ കാര്യം? കഴിയാറില്ല. നോ നോ, എക്സർസൈസ് ചെയ്തോണ്ടിരുന്നിട്ട് നിർത്തിക്കളഞ്ഞ ബോഡി ലൂസാകില്ലേ? വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജിമ്മിലേക്ക് വന്നോളൂ. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. തീർച്ചയായും വരില്ലേ? ഞാനത് എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. വരുമല്ലോ. ഷുവർ. See you. കം ശേഖർ. വേണ്ട പ്രിയ, ഞാൻ വന്ന് ശരിയാവില്ല. അതെന്താ? അത് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങി വലിയ പരിചയമില്ല. ഗിഫ്റ്റ് ഇയാൾക്കല്ല, മിനിക്കാ. ഇന്നാ മിനിയുടെ ബർത്ത്ഡേ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. ഇതെങ്ങനെയുണ്ട്? ആഹാ, വളരെ പോറ. ക്യൂട്ടല്ലേ? വെരി ക്യൂട്ട്. ശേഖർ, മനോഹരായിട്ടുണ്ട്. തനിക്ക് പിന്നെ എന്താ ഇഷ്ടപ്പെടുന്നൂടി പറ. എനിക്കെല്ലാം ഇഷ്ടമാണ് പ്രിയ. ഈ സ്ഥലം ഇഷ്ടമാണ്, ഈ ഷോപ്പ് ഇഷ്ടമാണ്, ഈ ഡ്രസ്സ് ഇഷ്ടമാണ്, ഈ ഹാറ്റും എനിക്ക് ഇഷ്ടമാണ്. ഈ ഹാറ്റ് വെച്ചാൽ പ്രിയക്ക് നന്നായിരിക്കും. പ്ലീസ് അതങ്ങ് വച്ചേക്ക്, പേടിയാവുന്നു. ശേഖർ, ഉം. താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ പ്രിയക്ക് നന്നായിരിക്കുന്നു. വളരെ നന്നായിരിക്കുന്നു. മിനി, ഹായ്. ഹാപ്പി ബർത്ത്ഡേ. It's your Thank It's your birthday. Wow. Happy birthday. താങ്ക് യു You ടീച്ചർ. take rest today. Okay, see you. Bye. Bye. നിങ്ങളെല്ലാരും എന്റെ ബർത്ത്ഡേ മറന്നു എന്നാ കരുതിയെ. ഈ സുന്ദരി കുട്ടിയുടെ ബർത്ത്ഡേ അങ്ങനെ ആരെങ്കിലും മറന്നു പോവോ? അങ്കിൾ എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് കൊണ്ട് വന്നാലും അതൊന്നും നിന്റെ ചേട്ടന് പകരമാവില്ലല്ലോ മോളെ. നോട്ടി. പ്ലീസ്. ഓക്കെ. Your own more packet. ഓ, ഇത്രേ ഉള്ളോ? ഓക്കെ. ഇപ്പോഴോ? Wow, great. ഇപ്പൊ ഈ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി എന്താ വേണ്ടെന്ന് വെച്ച് ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിലും ചോദിക്കാമോ? പ്രോമിസ്? പ്രോമിസ്.
ഇപ്പൊ വേണ്ട, ഞാൻ എപ്പോ ചോദിക്കുന്നോ അപ്പൊ തന്നാ മതി. ഓക്കെ? Of course. Anytime, anything for you. Done.